ഹലോ കൂട്ടുകാരെ, ഇന്ന് മുതൽ ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഡയറ്റൊന്നും ഇല്ലാതെ ഒരു മാസമായിട്ട് നിൽക്കുവാണ്, ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നു. അപ്പോൾ ഞാനൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് ചിയാ സീഡും ആപ്പിൾ സൈഡും വിനീഗറും ചേർത്ത് ചൂടുവെള്ളത്തിൽ കലക്കി മിക്സ് ആക്കിയിട്ട് ഡ്രിങ്ക് ഞാൻ രാവിലെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ ഇതേ ജിമ്മിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഞാൻ വന്നിട്ട് ഒരു 1 മന്ത് ആയിട്ടുണ്ട്. ഇത് അവിടെ വന്നിട്ട് ഞാൻ രാവിലെ വാമിങ് അപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു 75 കിലോ ആയിരുന്നു നേരത്തെ. ഇപ്പോൾ ഞാൻ 1 മന്തിന് ശേഷം ഇപ്പോൾ ഞാൻ നിങ്ങളെ വെയിറ്റ് കൂടെ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇത് ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുവാണ്. ഒരു 30 ദിവസത്തെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചാണ്. നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കുക കൂടെ. ഇതാണ് എൻ്റെ വെയിറ്റ് കണ്ടോ, 80 കിലോ ഉണ്ട്. 75 കിലോ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഇപ്പോൾ 5 കിലോയും കൂടെ കൂടിയേക്കുവാണ്. ഞാൻ എൻ്റെ എക്സസൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് സെക്കൻഡ് ഡ്രിങ്കായിട്ട് ഞാൻ കുടിക്കുന്നതെന്ന് പറയുന്നത് ഒരു കട്ടൻ കാപ്പിയിൽ നമ്മുടെ ബട്ടർ ഇട്ട ഒരു കോഫിയാണ് കുടിക്കുന്നത്. അത് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ സെക്കൻഡ് ഡ്രിങ്കായിട്ട് കുടിക്കുന്നത്. ഇത് കുടിച്ചതിന് ശേഷം ഞാൻ അമ്മയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഫ്രഷായി രാവിലെ ഓഫീസിൽ പോകണമല്ലോ, അതിൻ്റെ ഒരു ധൃതിക്ക് വേണ്ടി പെട്ടെന്ന് ആ കട്ടൻ കാപ്പി കുടിച്ചിട്ട് കട്ടൻ കാപ്പിയല്ല ബട്ടർ കോഫി കുടിച്ചിട്ട് വേഗം ഫ്രഷായിട്ട് വന്ന് ഓഫീസിൽ പോകാനുള്ള ധൃതിയായിരുന്നു. ഇന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവും തലേദിവസത്തെ മീൻ കറിയായിരുന്നു. ഇത് നല്ല ആസ്വദിച്ച് നല്ല ഇതവിടെ ഞാൻ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. 3 ലിറ്റർ വെള്ളം ഡെയിലി. അപ്പോൾ 2 ലിറ്റർ വെള്ളം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ശേഷം 1 ലിറ്റർ വെള്ളം വീട്ടിൽ വന്നതിന് ശേഷം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുമുണ്ട്. നല്ല രുചിയായിരുന്നു കേട്ടോ. ഈ ഉപ്പുമാവും മീൻ കറിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കുറേ നേരം അവിടെ നിന്ന് കഴിച്ചു. പെട്ടെന്ന് തന്നെ ഓഫീസിൽ പോകണമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഫീൽഡ് വർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല ടയർഡാണ്. വെള്ളം കുടിക്കുന്നതുകൊണ്ട് ആഹാരത്തിൻ്റെ കഴിവ് കുറവായിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറും നമ്മുടെ ഉണക്കമീൻ വറുത്തതും തൈരുമാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ വൈകിട്ടൊരു കട്ടൻ ചായയാണ് കുടിച്ചത്. രാത്രിയിൽ ഒരു ഗോതമ്പ് കഞ്ഞിയും കുടിച്ചുകൊണ്ട് അവസാനിച്ചു. അപ്പോൾ അത്ര ബേബി.